തിരുവനന്തപുരം മേയർ വി രാജേഷ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വി രാജേഷ്, കേൾക്കാമോ? ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചരണ മുദ്രാവാക്യം മാറാത്തത് മാറുമെന്നായിരുന്നു. ഇപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നു. എന്താണ് കാണുന്നുണ്ടോ? പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? പക്ഷേ മാറിയില്ലല്ലോ. ഈ വെള്ളപ്പൊക്കം ഇതാ 1 മണിക്കൂർ മഴ പെയ്തതേ ഉള്ളൂ. മുട്ടറ്റം വെള്ളമാണ്. മുട്ടറ്റം വെള്ളം ഇല്ലാതെ പിന്നെ ഈ കാലത്ത് ഇതിനു മുമ്പ് ഇവിടെ വെള്ളം ഇല്ലായിരുന്നാ? എങ്ങനെയല്ല നിങ്ങൾ ലോകത്തൊന്നും അല്ലേ? 4 മാസം കൊണ്ട് ഈ കഴിഞ്ഞ 40-50 കിലോമീറ്റർ മൈനർ ഇറിഗേഷന്റെയും മേജർ ഇറിഗേഷന്റെയും കയ്യിലിരിക്കുന്ന തോടുകൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമോ? വർഷങ്ങളായ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് ഉള്ളത്. ഞങ്ങൾ 4 മാസം ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4 മാസം കൊണ്ട് മാറും. അപ്പോൾ 4 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ ശ്രീ വി രാജേഷ്? 4 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? ഞങ്ങൾ ഓരോ സമയം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഓടകളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു മഴ നമുക്കറിയാം. ഇപ്പൊ 1 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്തപ്പോ സ്ഥിതി ഇതാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ശ്രീ വി രാജേഷ്? ഉത്തരവാദിത്വം ആർക്കാണെന്ന് ഇത്രയും കാലം വാർത്ത വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 1.5 മാസം കോർപ്പറേഷന്റെ 101 വാർഡുകൾ ഞങ്ങൾ ഒരു 102 കോടി രൂപ ചെലവാക്കി അതിന്റെ ഓടകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. ഇതെല്ലാം സംസ്ഥാന സർക്കാരിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതറിയില്ലേ നിങ്ങൾക്ക്? മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, അവരെ മേധാവികളെ വിളിക്കണം. അവിടെ തൊഴിലാളികൾ കൈവച്ച വെള്ളത്തിൽ കൈയിട്ടുകൊണ്ടാണ് മാലിന്യം വൃത്തിയാക്കുന്നത്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? നിങ്ങൾ ഈ ധാർമ്മിക രോഷമൊന്നും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് ധാർമ്മിക രോഷമല്ല, ജനങ്ങൾക്ക് പറയാനുള്ളതാണ്. ഞങ്ങൾ കോർപ്പറേഷൻ ഉടമസ്ഥകളുടെ ഓടകളൊക്കെ തന്നെ വൃത്തിയാക്കി. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി 2 തവണ സംസാരിച്ചു. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. പദ്ധതികൾ കൊണ്ടുവന്ന് ഓപ്പറേഷൻ അനന്ത ഉൾപ്പെടെയുള്ള അത് അന്ന് നടത്തിയപ്പോൾ കുറെ പ്രശ്നം പരിഹരിച്ചാണല്ലോ. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. എന്താ പരിശ്രമത്തിലാണ്. ഒരു മഴ കഴിഞ്ഞപ്പോൾ നിങ്ങൾ വലിയൊരു ചർച്ച നടത്തി പറഞ്ഞ പ്രശ്നം പരിഹരിച്ചില്ല. ഞങ്ങൾ അതിന്റെ പരിശ്രമത്തിലാണ്. 1 by 1 ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ.